എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെയും സർവേശ്വരനായ ദൈവത്തിൻ്റെയൊക്കെ അനുഗ്രഹം കൊണ്ട് ഈ അടുത്ത സമയത്ത് കിഴക്കനിലയിൽ തന്നെ ഒരു വേദി എൻ്റെ പ്രൊഫഷണലായിട്ട് 990 വേദികളിൽ ആങ്കർ ചെയ്യാൻ പറ്റി. നാടകമൊന്നും കൂട്ടിയിട്ടില്ല, അവതാരകനായിട്ട്. രമ്യ പ്രഭു എന്ന നൃത്ത അധ്യാപിക, വളരെ കഴിവുള്ള ഒരു നൃത്ത അധ്യാപികയാണ്. കിഴക്കനില ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ധ്വനി തരംഗ് 2025 എന്ന ഒരു സ്റ്റേജ് ഷോ, ഡാൻസുകളുടെ ഒരു ഷോ സംഘടിപ്പിച്ചു. അതിലൊരു ചെറിയ പോർഷൻ ആങ്കർ ചെയ്യാൻ ഞാനുണ്ടായിരുന്നു. അവരൊരു ഉപഹാരം എനിക്ക് തന്നു. സാധാരണ നമ്മൾ ആങ്കർ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ചിലയിടത്തുനിന്ന് മാത്രമേ അത്രയും പരിഗണനകൾ നമുക്ക് കിട്ടാറുള്ളൂ. ആങ്കറിങ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പൈസ മേടിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവരും ഈ ഒരു ഉപഹാരമൊന്നും തരാൻ വേണ്ടിയിട്ട് മെനക്കെടുത്തില്ല. പക്ഷെ ഇവർ വളരെ സ്നേഹപൂർവ്വം തന്നു. അപ്പോൾ എനിക്ക് അവിടെ തന്നെ, ഞാൻ ആ വേദിയിൽ തന്നെ എൻ്റെ 990ാമത് വേദിയാണ് ഇതെന്ന്, അതും ഗുരുവായൂരപ്പ സന്നിധി കൂടിയാണെന്ന് പറഞ്ഞു. ഭയങ്കര അഭിമാനമുള്ളൊരു നിമിഷമായിരുന്നു. ജീവിതത്തിൽ വലിയൊരു സമ്പന്നനാവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കലാകാരനായിട്ട് ജനിച്ചത് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് തോന്നിയ സമയം കൂടിയാണ്. അടുത്തതായി എത്തുന്നു ആഗ്നേയ അനിൽ. പേരുപോലെ തന്നെ ജ്വലിച്ചു നിൽക്കുന്നവൾ ആഗ്നേയ അനിലാണ്. അടുത്തതായി എത്തുന്നു സ്നേഹോപഹാരം ഏറ്റുവാങ്ങുവാനായി ആർത്ഥിക എസ്. കയ്യിൽ ഒത്തിരി ചെറിയ മക്കളാണ്. അടുത്തതായി എത്തുന്നത് ഭദ്രപ്രിയാണ്. ഇത് ടീച്ചറുടെ മകളല്ലേ? അപ്പോൾ അത് പറഞ്ഞു വേണ്ടത് ടീച്ചറുടെ മകൾ കൂടിയാണ്. വളരെ സന്തോഷം. അടുത്തതായി എത്തുന്നു ആരാധ്യ SK. ആരാധ്യ മോളാണ്. സ്നേഹോപഹാരം ഏറ്റുവാങ്ങുവാൻ എത്തുന്നു. ഇനി ഈ ഒരു നർത്തകരുടെ ശ്രേണിയിലെ അവസാന പേര് അഭിഷയെ കൂടി വിളിച്ച് നർത്തകരുടെ സമ്മാനം അവസാനിക്കുകയാണ്. ഇപ്പോഴാരംഭിച്ച സമയമാണെന്നറിയോ? മണിക്കൂറുകൾ നീണ്ട സമയം. അതൊരു കല മാത്രമല്ല, ആത്മസമർപ്പണമാണ്. അഖിൽ കരുനാഗപ്പള്ളിയാണ് സമയത്തിന് നേതൃത്വം കൊടുത്തത്. ഏറ്റവും സ്നേഹത്തോടുകൂടി കിഴക്കനിലെ സ്വാഗതം ചെയ്യുന്നു അഖിൽ കരുനാഗപ്പള്ളിയെ. പ്ലീസ് ദയവായി നമ്മുടെ മക്കളെയൊക്കെ ഇത്ര സുന്ദരികളാക്കി അദ്ദേഹത്തോടൊപ്പം അതിമാഷെ മുമ്പിലേക്ക് വരും. നിങ്ങളാണ് ഏറ്റവും മുമ്പിൽ നിൽക്കേണ്ട കലാകാരൻ. ഏറ്റവും കിഴക്കനിലെ നൽകട്ടെ ഒരു നല്ല കയ്യടി നമ്മുടെ ഹൃദയം തുറന്ന്. പക്ഷെ നിങ്ങൾക്ക് ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്.
ഏറ്റവും ഫ്രണ്ടിൽ നിങ്ങൾ ഒരിക്കൽ പോലും ഒരു കളർ നൽകാതെ ഓപ്പൺ ലൈറ്റുകളും ഇവിടെ നിന്ന് ഇങ്ങനെ ഫില്ല് ചെയ്ത എല്ലാ എഞ്ചിനീയേഴ്സിനും എന്റെ സ്നേഹാഭിവാദ്യം. കിഴക്കനേലയുടെ ധ്വനിയുടെ സ്നേഹാഭിവാദ്യം. ഈ LED നമുക്ക് വേണ്ടി ഗിരീഷും പ്രമോദുമാണ് നമുക്ക് ഈ LED വാൾ. അതും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. രാവണനും രാമനും ഗണപതിയും മനോഹരമായി LED പ്രദർശിപ്പിച്ച നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹം, സന്തോഷം ക്ഷണിക്കുന്നു. ഗിരീഷിനെയും പ്രമോദിനെയും ഈ സ്നേഹമേറ്റി വാങ്ങുവാനായി മറക്കില്ല ഞങ്ങൾ ധ്വനിതരംഗം 2025 നൽകിയാട്ടെ. നല്ലൊരു കയ്യടി. ഈ 2.5 മണിക്കൂർ സമയം ശ്വാസം വിടാതെ അവിടെ ഇരുന്നവർക്ക് നൽകാൻ നമുക്ക് നല്ലൊരു കയ്യടി. ഈ ലൈറ്റ്സ് ചെയ്ത രാജീവ് ഇവിടെ ഉണ്ട് എന്ന് കരുതുന്നു. നിങ്ങൾ ഏറ്റവും നല്ല കലാകാരനാണ്. അതിനുമപ്പുറം ഞങ്ങൾക്ക് അഭിമാനം നൽകുന്ന നിങ്ങളുടെ സാന്നിധ്യം. ഗ്രേറ്റ്. താങ്ക് യു വെരി മച്ച്. റിയലി പ്രിയമുള്ളവരെ, നിങ്ങളുടെ സ്നേഹത്തോടുകൂടി ടീച്ചറുടെ ഏറ്റവും വലിയ ഹൃദയരക്തമായി ശ്വാസമായി ഇങ്ങനെ അദ്ദേഹം നിന്നില്ല എങ്കിൽ ഒരിക്കലും ടീച്ചർക്ക് ഇങ്ങനെ മനോഹരമായ നർത്തകികളെ സൃഷ്ടിക്കുവാൻ സാധിക്കില്ല. ഇത്തരം വേദികൾ ഉണ്ടാകില്ല. അങ്ങ് മുമ്പിലേക്ക് വരണം. ഏറ്റവും സ്നേഹത്തോടുകൂടി നല്ലൊരു ആർപ്പണയോടുകൂടി പ്രഭു മോഹൻദാസിന് ഈ അവാർഡ്, ഈ ഉപഹാരം, ഈ സ്നേഹം സമ്മാനിക്കുന്നു. ഇനി മാധവൻ വൈദ്യനാണ് നമ്മൾ അവാർഡ് നൽകുന്നത്. കുച്ചിപ്പുടിയിലും കേരള നൃത്തത്തിലും സംസ്ഥാനത്തിൽ A ഗ്രേഡ് വാങ്ങിയ ടീച്ചറുടെ പ്രിയ ശിഷ്യൻ മാധവ വൈജു. ഇദ്ദേഹമാണ് നല്ല കയ്യടി. സംസ്ഥാനത്തിൽ നമ്മുടെ അഭിമാനമായി മാറിയവൻ മാധവൻ വൈജു. ഇനി അവാർഡ് നൽകാനുള്ളത് ശ്യാമ ശിവാനന്ദനാണ്. ശ്യാമ ശിവാനന്ദനെ കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടീച്ചറുടെ ഓരോ നിശ്വാസങ്ങളും മനസ്സിലാക്കി 2 ഡാൻസ് സ്കൂളിന്റെ നൃത്തങ്ങൾ ചിട്ടപ്പെടുത്തുന്ന നൃത്ത അധ്യാപിക. നമ്മുടെ കലയ്ക്കോടും നിലവൂർക്കോടും നൽകാൻ നമുക്ക് നിറഞ്ഞ കയ്യടി ഈ അധ്യാപികയ്ക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി. പിന്നെ ടീച്ചർ പറഞ്ഞ ഒരു പേരുണ്ട്. എപ്പോഴും ടീച്ചർക്കൊപ്പം സഞ്ചരിക്കുകയും കട്ടം പിടിക്കുകയും സെറ്റ് ഡിസൈൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന മുഹമ്മദ്. പ്ലീസ്, മുഹമ്മദ് ഇവിടെ ഉണ്ടായിരുന്ന ടീച്ചർ ഏറ്റവും സ്നേഹത്തോടുകൂടി മുഹമ്മദിന് ഉപഹാരം നൽകണമെന്ന് പറഞ്ഞു. അടുത്തതായി വളരെ സ്നേഹം, സന്തോഷം ഈ പ്രോഗ്രാം അവാർഡുകളെല്ലാം ലഭിച്ചു. എല്ലാവരും ഇനി നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുള്ളൂ. മനോഹര വേദിയായി എനിക്ക് തോന്നുന്നു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് 990ാമത് വേദിയിലാണ് എനിക്ക് നിൽക്കുവാൻ സാധ്യമാകുന്നത്. മലയാളത്തിൽ ഒരുപാട് കലാകാരന്മാർ അത് രമ്യ ടീച്ചറോടൊപ്പം നിൽക്കുമ്പോൾ ഇത് തന്നെയാണ് എൻ്റെ മകനാണ് ആദ്യത്തെ. ഈ ഒരു അനുഗ്രഹത്തിനും സ്നേഹത്തിനും രമ്യ ടീച്ചർ തന്ന ഈ മക്കൾ തന്ന പരിഗണനയ്ക്ക് ഒരുപാട് സ്നേഹം. കിഴക്കനേലയാണ് എൻ്റെ ഹൃദയം, എൻ്റെ സ്നേഹം ഇങ്ങനെ തന്നെയാണ് എന്നോടൊപ്പം സഞ്ചരിക്കുന്നത്. സ്നേഹാഭിവാദ്യങ്ങൾ, സ്നേഹപ്രണാമം, നന്ദി, സ്നേഹം, നമസ്കാരം. എനിക്കൊരു മമതയുണ്ട്. നിങ്ങളുടെ സ്നേഹത്തോട് കൂടി ഏറ്റുവാങ്ങിയാൽ അമ്മ ഫ്രണ്ടിൽ ചിരിക്കരുത്. രാവിലെ പുറത്തു വയ്ക്കാൻ പോകുന്നില്ല നമുക്ക്.